രണ്ടുപേരും എനിക്ക് ഒരു മോളുണ്ട്. എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാ. അപ്പൊ നിങ്ങൾ 2 പെൺകുട്ടികളാ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18ആയി. 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ അത് ശരി. നിങ്ങൾ പ്ലസ് 1-ലാണോ പ്ലസ് 2-ലാണോ മോളെ? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. പ്ലസ് 2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ 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 അതെ. എന്തായാലും ഞങ്ങളെ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ 2 പെൺകുട്ടികളുടെ, മിടുക്കി പെൺകുട്ടികളുടെ ഒരാളുടെ ന്യായീകരണമാണ് നിങ്ങളെ കേട്ടതെന്ന് പറയുന്നത്. ഇത്രയും നാള് പെറ്റ് വളർത്തി പോറ്റി വലുതാക്കി ഇതുപോലെ ദേശാടനത്തിന് ഇറങ്ങാൻ പ്രാപ്തിയാകുന്നത് വരെ എത്തിച്ച ആ രക്ഷിതാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടപ്പാടുണ്ടല്ലോ, അതാണ് ഈ വായിൽ നിന്ന് വന്നതെന്ന് പറയുന്നത്. അവരെ എത്രത്തോളം അപമാനിക്കാമോ അതിൻ്റെ അത്രത്തോളം അപമാനിക്കുകയും വീണ്ടും വീണ്ടും കുത്തിനോപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ പറയുകയും ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം ആ വീട്ടുകാരോട് വല്ലാത്തൊരു എന്താ പറയുന്നത് അനുകമ്പയാണ് തോന്നുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും ഇത് വലിയ മഹാപരാധമല്ല എന്ന് പറയുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്കായിരുന്നു പോയിരുന്നെങ്കിൽ എന്തുമായിരുന്നു എന്നെ പറഞ്ഞേനെ. ഇപ്പം ആ കുട്ടികളെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്ന കുറേയധികം ആൾക്കാരെ കാണുന്നുണ്ട്. അയ്യോ ആ കുട്ടികൾ ഈ പറയുന്ന കണക്ക് ഇത്ര വലിയ അപരാധം ചെയ്തിട്ടുള്ളൂ, ഇതൊക്കെ വലിയ പാപമായിട്ടുള്ള കാര്യമാണോ? ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ കേരളത്തിൽ റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാത്തൊരു കാര്യമാണ്. പക്ഷെ മുംബൈ പോലൊരു നഗരത്തിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഒരുപാടധികം കേട്ടിട്ടുള്ളതാണ്. അങ്ങനൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഈ പാതിരാത്രിയിലൊന്നും ഒരു സ്ത്രീ പോലും എനിക്ക് തോന്നുന്നില്ല അത്രയും ധൈര്യം കാണിക്കുമെന്നുള്ളത്. കാരണം അങ്ങനൊരു ചേരിയിലേക്കോ അങ്ങനൊരു സ്ഥലത്തേക്കോ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അത് അങ്ങനൊരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാഷാ പരിചയമില്ല. അതിലപ്പുറത്തേക്ക് 18 വയസ്സ് പോലും പൂർത്തിയായില്ല നാം മാതാപിതാക്കൾ അടക്കം പറയുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ പറയുകയാണ് ഇല്ല അത് കള്ളമാണെന്നുള്ള കാര്യം. അതിന് കൃത്യമായിട്ട് അവരുടെ ബുദ്ധി തന്നെയാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ നിയമത്തിനെ കുറിച്ച് അറിയാം, ബാക്കി കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിയാം, എന്തൊക്കെ കേസ് വരുമെന്നറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ മറ്റു തരത്തിലേക്ക് വല്ലതും പോവോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ്. അങ്ങനെ ഒരു കാര്യം നമുക്കുണ്ടല്ലോ ഇവിടെ കേരളത്തിൽ ആയാലും ഈ പറയുന്ന ഇന്ത്യയിലായാലും എവിടെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ നിയമത്തിലുള്ളൊരു കാര്യമാണല്ലോ. അപ്പം അത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പം കൃത്യമായി ഒന്നുകിൽ സ്വന്തമായി പഠിച്ചത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെവിയിൽ ഓതി കൊടുത്തത്. 18 വയസ്സ് തങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർ വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ രക്ഷിതാക്കളടക്കം പറയുന്നു ഇല്ല 17 വയസ്സ് മറ്റൊന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അവരുടേതായിട്ടുള്ള വാദഗതികൾ ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആലോചിച്ച് നോക്കി, ഇത്രയും നാള് ആഹാരം കൊടുത്ത് സ്നേഹമൂട്ടി വളർത്തിയ മാതാപിതാക്കളെടുത്ത് ഒന്നുമില്ലെങ്കിൽ അവർക്ക് ടൂറിന് പോകണമെങ്കിൽ ടൂറിന് പോകാൻ ഒരുപാട് ഇഷ്ടമുള്ള പിള്ളേരാണെന്ന് മാധ്യമങ്ങളിലൂടെ കേട്ട കാര്യമാണ്. ടൂറിന് പോകാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് മാതാപിതാക്കളോടൊപ്പം പോയിക്കൂടെ? മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് തന്നെത്താൻ ഇറങ്ങിപ്പോയി. ഇതിലൊരു പെൺകുട്ടിയുടെ കാര്യം ഇതിന് മുന്നേ കേട്ടൊരു വാർത്തയാണ്. ഇതിന് മുന്നും ടൂറിന് സ്കൂളിൽ നിന്നും മറ്റും ടൂറിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ വീട്ടുകാരെ സമ്മതിക്കാത്തത് കൊണ്ട് അന്നും ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു പെൺകുട്ടിയാണ്. അപ്പം മുന്നേ ശീലിച്ചുണ്ട് വീട്ടുകാർക്ക് ഈ പറയുന്ന വേദന ഇതിന് മുന്നേ നെഞ്ചിൽ കനൽ കോരി ഇട്ട് കൊടുത്തിട്ടുള്ളൊരു ശീലം ഇതിന് മുന്നേ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു പെൺകുട്ടിയാണതെന്ന് പറയുന്നത്. അപ്പം മറ്റൊരു പെൺകുട്ടിയെ കൂടി അതിലേക്ക് വലിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും വലിച്ചിടുകയല്ല, ആ സ്വഭാവം ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ ഈ പറയുന്ന സ്വന്തം വീട്ടുകാരെ. കാരണം മറ്റൊരു പെൺകുട്ടിയുടെ കാര്യത്തിൽ തൊട്ട് 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോലും ഒറ്റയ്ക്ക് പോകാത്തൊരു മോളാണെന്ന് ആ വീട്ടുകാർ പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ എന്ത് തരത്തിലുള്ള മക്കളെ എന്ത് തന്നെ അത് ഈ പറയുന്ന മാതാപിതാക്കളുടെ ഒരു ശീലമാണല്ലോ. ഇത് തന്നെയാണ് പല വാർത്തകളിലൂടെയും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതായത് സ്വന്തം മക്കൾ എന്ത് തന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വെഞ്ഞാറമൂടിലെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് 23-കാരായിട്ടുള്ള അഫാൻ എന്ന് പറയുന്നത് ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ടും ഉമ്മ അറിഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവരെ കൊന്ന് കാര്യങ്ങളൊക്കെ. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഇളയ മകനെ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊരു സംഭവം കേട്ട് അവരുടെ ശാരീരിക നില ഭയങ്കരമായിട്ട് വഷളായി ICUയിലേക്ക് പ്രവേശിച്ചു. പക്ഷെ അവർ ഇത്രയും അവസ്ഥയിലേക്ക് എത്തിച്ചത് തൻ്റെ മകനാണെന്ന് ബോധ്യം ഉണ്ടായിട്ട് പോലും എൻ്റെ മകനല്ല ഇതൊന്നും ചെയ്തത്, ഞാൻ തറയിലേക്ക് ഈ പറയുന്ന തലയിടിച്ച് വീണതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉമ്മയെ കാണുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ഈ പറയുന്ന കണക്ക് തന്നെ വല്ലാത്ത രീതിക്ക് അമ്മയെ അടിച്ച് പല്ലൊക്കെ
മരുന്നൊക്കെ കൊഴിപ്പിച്ച് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് ഈ പറഞ്ഞ പോലീസ് എല്ലാം കൂടി വന്നിട്ട് റീ അഡിക്ഷൻ സെന്ററിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവിടെയും അമ്മയ്ക്ക് പരാതിയില്ല മകൻ അടിച്ചതിലോ മകൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇതാണ് പെറ്റ വയറ് അല്ലെങ്കിൽ വളർത്തി ഈ പറഞ്ഞ ജന്മം നൽകിയ അച്ഛനൊക്കെ കൊടുക്കുന്ന ഒരുപാട് സഹതാപം ഉണ്ടല്ലോ, മക്കളോട് കാണിക്കുന്ന കരുണ എന്ന് പറയുന്നൊരു സംഭവം. അവരുടെ സ്വഭാവ രീതികളെയൊക്കെ ഇതുകൊണ്ടങ്ങ് ഭയങ്കര ഭദ്രമാക്കി വെക്കാന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. മക്കൾ എന്ത് വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇല്ല എൻ്റെ മക്കൾ അതൊന്നും ചെയ്യില്ല, അവർക്കറിയാം തെറ്റ് ചെയ്തു, ഇത് തെറ്റാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ അഭിമാന ബോധമാണ് അല്ലെങ്കിൽ തങ്ങളുടെ അഭിമാനമാണ് താഴേക്ക് പോകുന്നത്. കാരണം എല്ലാവരും പറയാം വളർത്തുദോഷം കൊണ്ടാണല്ലോ ഈ പരിപാടി കാണിച്ചത്, ഇതാണ് എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവർക്ക് തന്നെ ബോധ്യമുണ്ട് ഈ ചെയ്തു പോയത് കൊടിയ പാവമാണെന്ന്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് 2 പെൺകുട്ടികളാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങുന്ന 3-4 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് പോലും അല്ലെങ്കിൽ ആൺകുഞ്ഞുങ്ങൾക്ക് പോലും ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണിതെന്ന് പറയുന്നത്. ദിവസം പ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അപ്പം അങ്ങനൊരു സ്ഥലം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഉള്ള സമയത്താണ് ഈ പറയുന്ന 16 അല്ലെങ്കിൽ 17, ഇപ്പൊ അവർ പറഞ്ഞതുപോലെ 18 ഈ വയസ്സുള്ള ഈ പറയുന്ന ഭാഷ അറിയാത്ത ഒരു തരത്തിലും നമ്മൾ ചെന്നെത്താൻ പേടിക്കുന്ന ഒരു നഗരത്തിലേക്ക് രാത്രികാലങ്ങളിലെല്ലാം സഞ്ചരിക്കുക എന്ന് പറയുന്ന സമയത്ത് അത്രയും ധൈര്യം കാണിച്ച് ടൂറിന് പോവുകയാണോ, ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് തുണിത്തരങ്ങൾ കുറഞ്ഞ വിലയിൽ കിട്ടും, അങ്ങനെ വന്നതാണ്, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഈ പറയുന്ന സലൂൺ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പോയി മുടി മുറിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന ത്രെഡ് ചെയ്യണം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജീൻസ് ഇടണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുക്കുക എന്നൊരു സംഭവമുണ്ട്. അതിലപ്പുറത്തേക്ക് ചിലപ്പോൾ അവർ നേരത്തെ പറഞ്ഞതുപോലെ അടിക്കും ഇടിക്കും, അത് പേടിച്ച് ഭയന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആലോചിക്കേണ്ട കാര്യം ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിൽ എടുത്ത് ഇറങ്ങിയ ഒരു സംഭവമാണ്. ഇനി തിരിച്ച് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ് ഞാൻ മാറാൻ പോകുന്നത് എന്നൊരു കാര്യം ചിന്തിക്കാൻ ഇപ്പം തന്നെ അവർ തന്നെ പറയുന്ന കാര്യം അതാണ്. അപ്പം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് തൊട്ടടുത്ത് പോയിട്ട് ഏതെങ്കിലും നാട്ടിലുള്ള തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ലേ? ഇതിന് മുംബൈ നഗരത്തിൽ വന്നിട്ടാണോ ഈ പറയുന്ന അത്രയും വരെ യാത്ര ചെയ്തിട്ട് വേണോ ഈ പറയുന്ന മുടി മുറിക്കാനും ഈ സലൂണിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് മേക്ക് ഓവർ നടത്താനും? അതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ പല ആൾക്കാരും ഇതിനെ മറ്റൊരു തരത്തിലേക്ക് വാർത്ത അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് പെൺകുട്ടികൾ വേറൊരു സംഭവം സെക്സ് എന്ന് പറയുന്നൊരു സംഭവത്തിന് വേണ്ടിയിട്ട് പോയി നിന്നൊരു കമന്റ് ഉണ്ടോ, അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളായിട്ട് നിങ്ങളുടെ ചിന്തകൾ വെച്ച് വളച്ചൊടിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഈ ലോകത്തിന്റെ പോക്ക്, ഈ നാടിന്റെ പോക്ക്, ഈ രാജ്യത്തിന്റെ പോക്കായാലും പല പല വാർത്തകൾ കൊണ്ട് പെൺകുട്ടികൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. 3 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ 80-100 വയസ്സുള്ള മുത്തശ്ശിമാർക്ക് പോലും നേരെ ചൊവ്വേ ഒരു വീട്ടിൽ കഴിയാൻ പറ്റാത്ത അത്രയും മാനസികാവസ്ഥയിലേക്കാണ് പല ആൾക്കാരുടെയും സ്വഭാവ വൈകൃതങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളോ ആരും കൂടെ ഇല്ലാതെ ഈ 16, 17, 18 ആവട്ടെ വയസ്സുള്ള പെൺകുട്ടികൾ അവരോട് പോലും പറയാതെ ഒരു സമയത്ത് കള്ളം മാത്രം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ മുടി മുറിക്കാനും മേക്ക് ഓവർ നടത്താനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി മുംബൈ പോലൊരു നഗരത്തിൽ എത്തപ്പെടുന്ന സമയത്ത് അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പോലീസ് ഇത്രയും ജാഗ്രതയോടുകൂടി അവരെ പിടിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ കുറെ മലയാളിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, സംഘടനകളിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു, അതിലപ്പുറത്തേക്ക് ആ സലൂണിന്റെ ഉടമയുണ്ടായിരുന്നു, ഇവരുടെ ഒന്നും കൃത്യമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കപ്പെട്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വാർത്ത ഇത്തരത്തിലായിരിക്കില്ല നമ്മൾ പിന്നീട് കേൾക്കുന്നത്. ഇത് മറ്റൊരു തരത്തിലേക്ക്, കാരണം ആ ഒരു നഗരത്തിൽ നിന്ന് പാതിരാത്രിയിൽ 2 പെൺകുട്ടികളെ ഈ പറയുന്ന നമുക്കറിയാം ഡ്രഗ്സ് എന്ന് പറയുന്നൊരു സാധനം കേരളത്തിൽ ഇത്രയധികം സുലഭമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുംബൈ പോലൊരു നഗരത്തിൽ എത്തരത്തിലായിരിക്കും ഇതൊക്കെ നടക്കുന്നതെന്നുള്ള കാര്യം ഊഹിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഗുണ്ടകളടക്കം ഈ പറഞ്ഞ ഡ്രഗ്സ് മാഫിയകളടക്കം ഒരുപാട് സെക്സ് മാഫിയകൾ അങ്ങനെ കുറെ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു നഗരം. ആ നഗരത്തിലേക്ക് എത്തപ്പെടുന്ന സമയത്ത് ഒരാളും കൂട്ടിനില്ലാതെ 2 പെൺകുട്ടികൾ ഭാഷാപരിചയം പോലും ഇല്ലാതെ പാതിരാത്രിയിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കണ്ണിൽപ്പെട്ട് അവരുടെ കൈകളിലായി കഴിഞ്ഞാൽ ഇതായിരിക്കില്ല ആ പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലേക്കും കടത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യമുണ്ട്, പിന്നെ അവിടെ അടിമകളായി മാറാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഇത്രയധികം കാശ് വന്നത് എത്തരത്തിലാണ്, കാരണം അതിൻ്റെയും ഒരു സാധ്യതയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അത് കേൾക്കുന്ന സമയത്ത് ഒരുപാട് പൊള്ളേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം 14 മറ്റോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള ഒരു ആൺകുട്ടി സ്വന്തം സഹോദരിയെ 12 വയസ്സുള്ള സഹോദരിയെ ലഹരിക്കടിമയായിക്കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത വന്നത് അങ്ങ് ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ അങ്ങ് പഞ്ചാബിലോ ഒന്നുമല്ല, ഈ കേരളത്തിലാണ് ആ വാർത്ത വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഈ പയ്യൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യൻ സ്കൂൾ തലത്തിൽ ഇതിന്റെ
ഇതിന്റെ ഏജന്റാണ്. അത് മാത്രമല്ല പറഞ്ഞിട്ടുള്ള കാര്യം, ഇതിൽ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഈ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നതിൽ അടിമകളായി മാറുന്നുണ്ട്. അതിന്റെ കാരണവും ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഈ കുട്ടികൾ, പെൺകുട്ടികൾ പോലും അറിയാതെ ലഹരി കടത്തിക്കൊണ്ട് കലർത്തിക്കൊണ്ട് അവർക്ക് കൊടുത്തതിന് അടിമകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ആൺ പെൺ വകഭേദമില്ലാതെ എല്ലാവരും ഇടകലർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇതിൽ നിന്നൊരു പൈസ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഏജന്റായി മാറുന്ന സമയത്ത് കമ്മീഷൻ പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇവരെ കയ്യിൽ ഇത്തരത്തിൽ പൈസകൾ കുമിഞ്ഞു കൂടാനുള്ള വഴി, ഒരു സാധ്യത ഇവിടെ നിൽക്കുന്നത് തന്നെയാണ്. ആ ഒരു സാഹചര്യത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അതിലുള്ള മറുപടി ഇന്ന് കിട്ടുകയും ചെയ്തു. ആ പെൺകുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണം വിറ്റിട്ടാണ് ആ പെൺകുട്ടികൾ ഇത്രയധികം ആർഭാടമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഈ സലൂണിലടക്കം ആദ്യം 10,000 എന്ന് പറയുന്നത് കിട്ടും, പിന്നെ 5,000 എന്ന് പറയുന്നത് കിട്ടും. ഇത്രയും രൂപയടക്കം ചെലവാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന മേക്ക് ഓവർ നടത്തിയിട്ടുള്ളത്. അതിലപ്പുറത്തേക്ക് അവർ ഇവിടുന്ന് സെക്കൻഡ് ഹാൻഡ് ഫോൺ മേടിച്ചിട്ടുണ്ട്, വേറെ സിം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പൈസ വെച്ച് കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം 2 പെൺകുട്ടികൾ, അതിൻ്റെ കൂടെ ഒരു ആൺകുട്ടി മുംബൈ പോലൊരു നഗരത്തിലേക്ക് എത്തപ്പെടുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറേയധികം സംശയങ്ങളുണ്ട്. കാരണം ഇത്രയും ധൈര്യം 2 പെൺകുട്ടികൾക്ക്, നമ്മളും പഠിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു, നമ്മളും ഈ പറയുന്ന ഈ പ്രായത്തിലൂടെ കടന്നു വന്നതാണ്. നമുക്ക് തൊട്ടടുത്ത കടയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എത്തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് കാര്യം നമുക്ക് നന്നായിട്ട് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ വീട്ടിൽ പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം ഇത്രയും ദൂരം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തുമാത്രം ധൈര്യമാണ് ആ പെൺകുട്ടികളിൽ ഒളിഞ്ഞിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ ഇതുപോലെ ഇറങ്ങി തിരിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പം ഡ്രഗ്സ് പോലുള്ള മാഫിയകളിൽ കണ്ണികളായി പെൺകുട്ടികൾ പെടുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് പറയുന്നത്. അപ്പം അത് രണ്ടാമത്തെ ഒരു കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെയാണ് ലഹരി, ഈ ഡ്രഗ്സിന്റെ കാര്യം, ഈ സെക്സ് മാഫിയ പോലുള്ള ആൾക്കാരുടെ കയ്യിൽ പെടാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യം തുറന്നത്. ഇനി ഈ രക്ഷിതാക്കൾ പോലും അവരെ നമുക്ക് ഇതിനെ ഭയങ്കരമായിട്ട് പഴിച്ചാരി പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം അവരുടെ മക്കളാണ്, നേരത്തെ പറഞ്ഞതുപോലെ മക്കൾമാർ എന്ത് തെറ്റ് കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്ന രക്ഷിതാക്കളാണ് ഭൂരിഭാഗം ഉള്ളതെന്ന് പറയുന്നത്. ഒരു 1% മാത്രമായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു MP അങ്ങനെ എന്താണെന്ന് തോന്നുന്നത്, അത് കൃത്യമായിട്ട് MLA MP ആയിട്ടുള്ള ഏതൊരു വ്യക്തി, എനിക്ക് വാർത്ത കറക്റ്റായിട്ട്, പക്ഷേ MDMA എന്തോ മകൻ അതിലെന്തോ പെട്ടിട്ട് അത് വാർത്തയുടെ മുന്നിൽ വന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞ് അവനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞൊരു പിതാവിനെ കുറിച്ചൊരു വാർത്ത ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ മാതാപിതാക്കൾ 2 പെൺകുട്ടികളാണ്, അവരുടെ ഭാവി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും അവർക്ക് ഞങ്ങൾ ഇതിനുള്ള അനുമതി കൊടുത്തിട്ടില്ലായിരുന്നു, ഈ പറയുന്ന പിരിക്കം ത്രെഡ് ചെയ്യാനോ മുടി മുറിക്കാനോ അല്ലെങ്കിൽ പാൻറ് പോലുള്ള കാര്യങ്ങൾ ഇടാനോ ജീൻസ് പോലുള്ള കാര്യങ്ങൾ ഇടാനോ. അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ പോയത്. മുംബൈ പോലൊരു നഗരത്തിൽ എത്തിയിട്ടും അവർ ആദ്യം ചെയ്തത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്ന സമയത്ത് അവരെ സമാധാനിപ്പിക്കാനും കൃത്യമായിട്ട് അവരെ ഒന്ന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് ആ മാതാപിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത്. അപ്പോഴും അവർ ഭയങ്കര ബുദ്ധിശാലികളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം പറയുന്ന രീതി ആയിരിക്കില്ല, അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അടി തുടങ്ങും, പ്രശ്നങ്ങൾ. അപ്പം മക്കളെ അടിച്ചു വളർത്തുക എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് മക്കൾ ഇത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് സ്കൂൾ തലത്തിൽ കമ്പെടുക്കാൻ പാടില്ല. ഇതൊരു തവണ വന്നൊരു നിയമം പോലെ പറഞ്ഞ് ശാസിച്ചൊരു കാര്യമാണ്. പിന്നീട് വീണ്ടും പറയുന്നത് കമ്പെടുക്കാം പിള്ളേരുടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്, തലതിരിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം ഇതൊന്നും ഈ പറയുന്ന 17 വയസ്സിന്റെ അവസാനത്തിലോ 18 വയസ്സിന്റെ അവസാനത്തിലോ ചെയ്യേണ്ട പ്രവർത്തികളൊന്നുമല്ല. ഇത് കുഞ്ഞിലേ മുതൽ പാകപ്പെടുത്തി എടുക്കേണ്ട കാര്യമാണ്. കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എത്ര നന്നാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിലൊരു 10% പിള്ളേരെ മാത്രമേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ളതൊരു വസ്തുതയായിട്ടുള്ളൊരു കാര്യമാണ്. പകുതി പേര് അവരുടെ വഴിക്ക് തന്നെ പോയിരിക്കും. അത് സ്വാഭാവികമായിട്ടും അത്തരത്തിലേ പറ്റും. അവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയില്ല. അപ്പം ചെയ്യേണ്ട കാര്യം, ഇനിയുള്ളവരെങ്കിലും ചെയ്യേണ്ട കാര്യം, കുഞ്ഞിലേ മുതൽ ആ കുട്ടികളിൽ എന്ത് നമ്മൾ പറയത്തില്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്താണോ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, എന്താണോ നമ്മൾ അവരെ ശീലിപ്പിക്കുന്നത്, അത് അവരുടെ അവസാനം വരെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഞാനടക്കമുള്ള മാതാപിതാക്കൾ ഉള്ള പ്രശ്നം തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഇനി മാറേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ ഒന്ന് ഉറക്കെ കരഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂൺ വേണമെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കാർട്ടൂൺ ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളുള്ളതെന്ന് പറയുന്നത്. ഈ നമ്മുടെ ജോലി ഭാരങ്ങൾ കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ വീട്ടിൽ മറ്റാരും ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട്. അവർക്ക് ജോലിക്ക് പോകാൻ മറ്റു കാര്യങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം പറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. അവർ ഫുൾ ഇതിലേക്ക് മാത്രം പോകുന്നവർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല, ഈ പറയുന്ന കണക്ക് ബാക്കി അവരോടിരുന്ന് കളിക്കാൻ ആൾക്കാരില്ല, ആർക്കും ടൈമില്ല, എല്ലാവരും ജോലി ബാക്കി കാര്യങ്ങൾ
കാര്യങ്ങളായിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. അവർക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ നമുക്ക് പറയാവുന്നത് ഈ ഫോൺ അല്ലെങ്കിൽ ഈ പറയുന്ന TV പോലുള്ള അങ്ങനെ ഒരു സംഭവം മാത്രമായിട്ട് അവർക്ക് ഒരു സ്ക്രീൻ സ്പേസ് മാത്രമായിട്ട് അവരുടെ കൂട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുഞ്ഞിലെ മുതൽ ശീലിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും അതിനോട് കൂടുതൽ പൊരുത്തപ്പെടുകയും നമ്മൾ സാധാരണ ആൾക്കാരിൽ നിന്ന് അകന്ന് പോയിക്കൊടുക്കുക. അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ് സ്വാഭാവികമായിട്ട്. അപ്പം ഈ ഒരു സംഭവം മാറ്റിക്കൊണ്ട് കുട്ടികളെ വെളിയിലേക്ക് ഇറക്കുക. നമ്മൾ പറയത്തില്ലേ, പണ്ടുള്ള ചില അപ്പൂപ്പന്മാരൊക്കെ പറയും, നമ്മൾ ഇന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂണിനകത്ത് ഈ പറയുന്ന കാർട്ടൂനെയും പിന്നെ പേര് പെട്ടെന്ന് കിട്ടിയില്ല, മോനും കാണുന്ന കുറേ കാർട്ടൂൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാർട്ടൂൺസോ ബാക്കി കാര്യങ്ങൾ കാത്തു അപ്പൂസ് ഇങ്ങനെയൊക്കെ വരുന്ന കുറേ കാർട്ടൂൺസൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവരെ വെളിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് കാക്ക പൂച്ച എന്ന് പറഞ്ഞിട്ട് പണ്ട് നമുക്ക് തരുന്ന ഫുഡ് തന്നിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കൃത്യമായിട്ട്. ആ ഒരു രീതിയിലേക്ക് ഇനി മാറിക്കഴിഞ്ഞാൽ മേ ബി ഈ ഒരു സ്വഭാവത്തിലൊക്കെ മാറ്റം വരുമായിരിക്കും. കാരണം ഇങ്ങനെ പിന്നെ അവിടെ വാശിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ ഒരു സ്ക്രീൻ സ്പേസ് അവരിൽ നിന്നെടുത്ത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അവരുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ പറയുന്ന കുട്ടികളിലും ഇതൊക്കെ തന്നെയാണ്. കാരണം എപ്പോഴും അവരുടെ കയ്യിൽ ഫോൺ എന്ന് പറയുന്നൊരു സാധനം, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ആകപ്പെടുന്ന സമയത്ത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറേയധികം ആൾക്കാരുടെ വീഡിയോസ് ബാക്കി കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ഫോണിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പെൺകുട്ടികൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫാഷൻ എന്ന് പറയുന്നത്, ട്രെൻഡിങ് ലോകം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കാണുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അതിലൊരു ആകർഷണം ഉണ്ടാവും. ശരിയാണ്, ഇങ്ങനെ ഇരിക്കുന്ന മുഖത്തിൽ ഇത്തരത്തിലൊരു മേക്ക് ഓവർ നടത്തുന്ന സമയത്ത് ഇത്തരത്തിലാകപ്പെടും. നമ്മൾ കാണുന്നതാണ് മുടിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ ഈ പറയുന്ന സോഫ്റ്റനിങ്, ഇങ്ങനെ പോലത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളിലും ഈ ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം നമ്മൾ തൊട്ടടുത്തായിട്ട് നമ്മൾ ആ ഫോണിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തങ്ങളുടെ വീട്ടിൽ നിന്ന് സാധിക്കില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് കുട്ടികൾ പോയിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പം ഇതിനൊക്കെ ഒറ്റ കാരണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നേരത്തെ വീട്ടുകാരോടൊപ്പം ഇരുന്ന് നമ്മൾ TV കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഒരു മൂലയിലിരുന്ന് കാണാനുള്ള ഒരു സ്പേസ് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുവാണ്. പാതിരാത്രി എത്ര മണി, 11 മണി, 12 മണി, 1 മണിയായാലും അവരിതിൽ ഓൺലൈനിൽ തന്നെ കാണും. അവരിതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിചയമില്ലാത്ത ഏതോ മൂലയിൽ കിടക്കുന്ന ആൾക്കാരായിട്ട് പലതരത്തിലുള്ള ആപ്പുകൾ വഴി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുമായിട്ട് ഈ പറയുന്ന കണക്ക് പല ചാറ്റിങ്, ചീറ്റിങ് കാര്യങ്ങളിലേക്കൊക്കെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടികളെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പലതരത്തിലുള്ള ഈ പറയുന്ന അവരുടെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു. അത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് വീഴുന്നു. പിന്നീട് ആത്മഹത്യാ വക്കിലേക്ക് പോകുന്നു. പിന്നെ ഈ പറയുന്ന നമുക്ക് ഇൻസ്റ്റാഗ്രാം എത്രയോ വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി കൂട്ടുകൂടിയതിനു ശേഷം ആൺപിള്ളേർ, ഒരു പരിചയമില്ലാത്ത ആൺപിള്ളേർ അവർ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോവുക, ഹോട്ടലിൽ മുറിയെടുക്കുക, പിന്നീട് ബാക്കി ഒരു കാര്യത്തിലേക്ക് പോവുക, പിന്നീട് സ്കൂളിൽ പോയിരുന്ന് വയറുവേദന എടുക്കുക, നേരെ ഹോസ്പിറ്റലിൽ പോവുക, അവിടെ വെച്ച് പ്രസവിക്കുക. ഇങ്ങനെ എത്രയോ വാർത്തകൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പം ഇതിനൊക്കെ ഈ പറയുന്ന കണക്ക് നമുക്ക് മറ്റൊന്നിനെയും പറയേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് വിരൽ തുമ്പിൽ പെട്ടെന്ന് തന്നെ എല്ലാത്തിനെ കുറിച്ചും നല്ല അവബോധം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവം അവരുടെ കൂട്ടുകാരായി മാറിക്കഴിഞ്ഞു. അതാണ് ഫോൺ എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഇപ്പം ഈ ഫോണ് എന്ന് പറയുന്നൊരു സാധനം വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണ്. അവർ ഓരോരുത്തരും ഓരോ മാതാപിതാക്കളും ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇനിയും വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടെ അത്യപൂർവമായിട്ടാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഇതിനി ഇവിടെ ഭയങ്കരമായിട്ട് സുലഭമായി കിട്ടുന്ന ഒരു വാർത്തയായിട്ട് മാറും സ്വാഭാവികമായിട്ടും. കുട്ടികൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ 12 വയസ്സുള്ള കുട്ടിയും ഗോവയിൽ പോയി ടൂർ കഴിഞ്ഞ് വന്നു എന്നുള്ളത് ചിരിച്ചുകൊണ്ട് മാതാപിതാക്കൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ മകനും മകളും കൂടെ ഗോവയിലേക്ക് ഇന്നലെ പോയിട്ട് ടൂർ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മിക്കവാറും അധികം വൈകാതെ നമ്മുടെ നാട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. മക്കളുമാർ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഈ പറയുന്ന കണക്ക് അതിനെ ന്യായീകരിക്കാൻ മാത്രം കഴിയുന്ന പാവപ്പെട്ട മാതാപിതാക്കളുടെ ദുരവസ്ഥ ആണ് ഇന്ന് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ ഇനി അതൊരു ഭയങ്കരമായിട്ടുള്ള ബഹുമാനപൂർവകമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് അവർക്ക് വെച്ചു കൊടുക്കാനുള്ള, വാഴിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് കൂടി പോകാനുള്ള ചാൻസ് ഒരു പക്ഷേ ഉണ്ട്.